ലോകത്തെ മുഴുവൻ പേടിപ്പിക്കുന്ന ഏറ്റവും വലിയ വിഷം, ഈ കേരളക്കരയെ പേടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പിശാച്, ഏറ്റവും വലിയ ചെകുത്താൻ, അതാണ് മദ്യം. എവിടെ നോക്കിക്കഴിഞ്ഞാലും മദ്യമാണ്. സദ്യക്ക് മദ്യം, മംഗല്യത്തിന് മദ്യം, മരണത്തിന് മദ്യം, എവിടെ നോക്കിക്കഴിഞ്ഞാലും മദ്യം. എങ്ങനെയാണ് ഒരാൾ മദ്യപാനിയായിത്തീരുന്നത്? ആരും സ്ഥിരമായിട്ട് മദ്യം കഴിക്കണം എന്നറിഞ്ഞുകൊണ്ടല്ല, എന്നുദ്ദേശിച്ചുകൊണ്ടല്ല ഒരു മദ്യത്തിന്റെ ലോകത്തേക്ക് കടന്നു വരുന്നത്. ആദ്യമായി ഇത്തിരി മദ്യം. എന്താണ് അതിന്റെ രസം എന്നറിയുന്നതിന് വേണ്ടി കൂട്ടുകാർ നിർബന്ധിക്കുമ്പോൾ, അല്ലെങ്കിൽ പ്രലോഭനങ്ങൾക്ക് വഴങ്ങി, അല്ലെങ്കിൽ ദൃശ്യമാധ്യമങ്ങളിൽ കാണുന്ന ചിത്രങ്ങൾ കണ്ട്, സിനിമയിൽ കാണുന്ന ദൃശ്യങ്ങൾ കണ്ട് അതിന്റെ രസം എന്ന് അനുഭവിച്ചറിയുന്നതിന് വേണ്ടി മാത്രം ആദ്യമായി രുചിച്ചു നോക്കുന്ന നിറമുള്ള ദ്രാവകം, അതാണ് മദ്യം. ദാമു, നീ മാത്രം കഴിക്കാതിരിക്കുന്ന ശരിയല്ലാട്ടോ. ഞാൻ കഴിക്കില്ല. ഈ ദിവസം കഴിച്ചെന്ന് വെച്ച് മാനൊന്നും ഇടുന്നില്ല. അല്ല, പ്രത്യേകിച്ച് നിങ്ങൾക്ക് ലോട്ടറി കിട്ടിയാൽ ഒരു ബീർ കഴിച്ചേ പറ്റൂ. എന്തായാലും ഞാനൊരു ബീർ പറയാം. നീ കഴിച്ചേ പറ്റൂ. വേണ്ട വേണ്ട, ഡേവിസേ ഒരു ബീർ പറ. വേറെ അവിടെ കൊടുക്കും. കഴിക്കും. എന്നെ നിർബന്ധിക്കണ്ട, ഞാൻ കഴിക്കില്ല. പറ്റില്ല, ഇത് കഴിക്കാതെ ഇവിടുന്ന് പ്രശ്നമില്ല. നീ ഇത് കഴിച്ചേ എന്താ പറ്റുന്ന നോക്കട്ടെ. അയ്യോ വേണ്ട വേണ്ട, അയ്യോ ഞങ്ങളുടെ സന്തോഷം വേണ്ടി കഴിക്കും. വേണ്ട വേണ്ട വേണ്ട, അയ്യോ വേണ്ട, എനിക്ക് വേണ്ട. എന്നാ കഴിക്കേ. ആ സാരല്ല, എന്നാ കഴിക്കേ. എന്നാ നീ കഴിച്ചോ. കഴിക്കേ. മണപ്പിക്കില്ലേ, മണപ്പിക്കില്ലേ. കഴിക്കേ കഴിക്കേ. കഴിക്കണ മോനെ കഴിക്കേ. കഴിക്കണ മോനെ. കഴിക്കാമോ? എത്ര ഉള്ളു. ഇപ്പൊ എങ്ങനെയുണ്ട് താമു? ഓരോടി ആവാലേ, ഓരോടി കഴിക്ക്. എത്ര ഉള്ളു. കഴിച്ചോ നീ. പോവാ നമുക്കിനി. അതുകൂടി ഫിനിഷ് ചെയ്താ രണ്ടു പോവാ. എനിക്ക് പിടിപ്പിക്കും. എന്താ കാട്ടിയേ? വേറെ ഷർട്ട് വീണ പൊട്ടമാണ്. നീ എന്ത് പണിയാ ദാമു കാണിച്ച്? ഇനിയിപ്പോ എന്താ ചെയ്യാ? വീട്ടിൽ എന്നായ പ്രശ്നം. തമ്പിയുടെ വീടിന്റെ അതിലല്ലേ പോണത്. ഒരു ഷർട്ട് കൊടുത്തത് മറ്റോ കൊടുക്കില്ലേ? അല്ലെങ്കിൽ കൂടി നിന്റെ വീട്ടിൽ അത് കുഴപ്പമില്ല, നമുക്ക് ശരിയാക്കി പോവാം. പോകാലേ.
ഭാര്യയും മക്കളും അവിടെ ഉണ്ട്. നമ്മള് പോയാൽ ശരിയാവില്ല. അവൻ നീ വാ, നീ പോകും. ആ രാമു, നീ പൊക്കോ പൊക്കോ. അതെ, നാളെ ആ ബിസിനസിന്റെ കാര്യം സംസാരിക്കാം, മറക്കണ്ട കേട്ടോ. ആ കേറ് കേറ്, നമുക്ക് പോകാം. അവൻ പൊക്കോളൂ. മോളെ, മോളോ? അമ്മേ, അച്ഛൻ വന്നു. അച്ഛനെന്താ വൈകിയേ? അമ്മ എവിടെ മോളെ? അമ്മ അടുക്കളയില. അമ്മേ, അച്ഛൻ വന്നു. എന്താ എത്ര വൈകിയത്? കൂട്ടുകാരോട് സംസാരിച്ചിരുന്ന് സമയം പോയതറിഞ്ഞില്ല. എന്താ സുഖമില്ലേ? നിങ്ങൾ കുടിച്ചിട്ടുണ്ടോ? സ്വല്പം. അവരൊക്കെ നിർബന്ധിച്ചപ്പോ ഒരു ഗ്ലാസ് കഴിക്കേണ്ടി വന്നു. ഇനി ഉണ്ടാവില്ല. സാരമില്ലമ്മേ, ഇനി ഉണ്ടാകില്ലെന്ന് അച്ഛൻ പറഞ്ഞില്ലേ? ശാരദേ, എടി നീ എന്താ വിളി കേൾക്കാതിരിക്കുന്നേ? ഏയ് ഒന്നുമില്ല. മോള് സ്കൂളിൽ പോയോ? അവളെ എപ്പ പോയതാ? എന്താണാവോ, വല്ലാത്ത തലവേദന. എടി ഒരു ചായ എടുക്ക്, ഞാൻ അപ്പോഴേക്കും കുളിച്ചിട്ട് വരാം. എന്താ കാലത്ത് തന്നെ നാരീസം അടിക്കുന്നത്? ഇന്നലെ തന്നെ തോന്നുന്നു, തലയ്ക്ക് വല്ലാത്ത ഭാരം. ആ ഭാരമല്ലേ, അതൊക്കെ ഞാൻ മാറ്റിത്തരാം. നീ വാ. എവിടേക്കാ? നീ മറന്നോ ഇന്നലെ നമ്മൾ സംസാരിച്ച കാര്യം? ആ ബിസിനസിന്റെ കാര്യം. വാ വാ. എന്താ ഇവിടെ? ആളിവിടെ കാണാന്ന് പറഞ്ഞേ, ഞാൻ ഒന്ന് വിളിച്ചോണ്ട്. ഡേവിസേ. ഹലോ, എവിടെയാ? ഞാൻ അകത്തുണ്ട്. ശരി, ഞാൻ അങ്ങോട്ട് വരാം. ഓക്കെ ഓക്കെ. ശിവേട്ടൻ, ഇതാണ് ഞാൻ ഇന്നലെ പറഞ്ഞ ആള്. ഓ, ലോട്ടറി കിട്ടിയ ആള് അല്ലേ? അതെ, ദാമു. ദാമു. അയ്യോ, ഞാനങ്ങനെ കഴിക്കാറില്ല. ഈ മദ്യപിക്കില്ല എന്ന് പറയുന്നവരെ എനിക്ക് തീരെ വിശ്വാസമില്ല. വെറും കള്ളത്തരോ.
നിങ്ങൾ കഴിച്ച്. ഇത് കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ ഞാനും നിങ്ങളുമായിട്ട് ഒരു ബിസിനസ്സും ഇല്ല. എന്താണ് വിഷയം? കുഴപ്പമൊന്നുമില്ല, കഴിക്കേ. എന്താ ഈ പൈസയുടെ കാര്യം? ശിവേട്ടാ, ഇതിൽ 20,000 രൂപയുണ്ട്. ശിവേട്ടൻ എന്ത് ബിസിനസ്സാ ചെയ്ത് എനിക്ക് കുറച്ച് താ. പേടിച്ചോ? നമ്മുടെ പയ്യന ഒന്ന് രക്ഷപ്പെടുത്തി കൊടുക്ക്. കുഴപ്പമില്ല. ദാമുവിന് ഒന്നും കൂടെ ആകാം അല്ലേ? അയ്യോ, എന്താ ഇത്? വേണ്ട, വിടറി. എനിക്കറിയാൻ നടക്കാൻ. നിങ്ങളിത് എന്തുദ്ദേശിച്ച? നമുക്കൊരു മോളുള്ള കാര്യം മറന്നോ? എടേ, എന്നെ ഉപദേശിക്കാനൊന്നും പറയണ്ട. എന്തിനച്ഛൻ ഇങ്ങനെ കുടിക്കുന്നത്? ശിവേട്ടാ, ഞാൻ അന്വേഷിച്ച് നടക്കായിരുന്നു. ദാമു, എന്താടാ നിന്റെ ഈ കോലം? നീ എന്നും ഫിറ്റാണല്ലോ. കാലത്തെണീറ്റ് തുടങ്ങുന്നുണ്ടല്ലോ. കഷ്ടം. എനിക്ക് കുറച്ച് പൈസ വേണം. മോൾക്ക് തീരെ സുഖമില്ല. എടാ, നീ ഇത് എത്രയാ വാങ്ങിച്ചു കൂട്ടുന്നേ? വല്ല കണക്കുണ്ടോ നിനക്ക്? അതിന് എന്റെ അതിന് ശിവന്റെ വീട്ടിലുണ്ടല്ലോ. പിന്നെന്തിനാ പേടിക്കണേ? എനിക്ക് പേടിയൊന്നുമില്ല. ഞാൻ തന്നിട്ടുണ്ടോ തിരിച്ചു വാങ്ങാനും കഴിവുണ്ട്. എത്ര വേണം നിനക്ക്? ഇതെന്ന് തിരിച്ചു തരാനാ ഉദ്ദേശിക്കുന്നത്? എന്തായാലും തന്നേക്കാം, പോരെ? എണ്ണി നോക്ക്. ചേട്ടാ ചേട്ടാ നിക്ക്. നല്ല നമ്പർ നോക്കിട്ട് നല്ല എടുക്കുക. കണ്ടോ, മോൾക്ക് അസുഖമാണെന്ന്. ഇവനൊന്നും നന്നാകാൻ പോണില്ല. ഇത് എടുക്കല് മാത്രമേ ഉള്ളൂ. പേടിച്ച കശിപ്പ് കഴിയുന്ന തോന്നണം. നോക്കട്ടെ, ഇന്ന് കിട്ടിയാൽ മതിയായിരുന്നു. 3:30 വരെ കാത്തിരിക്കണേ. മോളുടെ അച്ചവിടെ വീണെടുക്കണ്ട്. ആരൊക്കെ സത്യം പറയണ്ട്. അയ്യോ,
അച്ഛാ ഇതെല്ലാം എടുത്തു വെക്കടാ. പഴയതെല്ലാം കൂട്ടി 560 രൂപയുണ്ട്. എല്ലാം കൂടി കുറച്ച് ദിവസത്തിനകം കൊണ്ടുവന്ന് തരാം. എടി, നിന്റെ ഭർത്താവിന് കള്ളു കുടിച്ച് ചീട്ട് കളിച്ചടക്കാൻ കാശുണ്ടല്ലോ, വാങ്ങിച്ച് തിന്നേന്റെ കാശ് മാത്രം തരാൻ ഇല്ല അല്ലേ? എടാ, ഇതെല്ലാം എടുത്ത് ഉള്ളിലേക്ക് വെക്കി. പ്രഭേട്ടാ, അങ്ങനെ പറയല്ലേ. ഞാൻ എങ്ങനെയെങ്കിലും പൈസ കൊണ്ടുവന്ന് തരാം. നീ എങ്ങനെ തരും? ദാമൂര് പണിക്ക് പോകുന്നില്ലെന്ന് എനിക്കറിയാം. അല്ല, നീ വേറെ വല്ല പണിക്ക് പോകുന്നുണ്ടോ? വേണമെങ്കിൽ അരി മാത്രം കൊണ്ടുപോയിക്കോ, അതും അതിന്റെ കാരുണ്യം കൊണ്ട്. എടാ, നീ ആ അരി മാത്രം എടുത്തു കൊടുക്ക്. ശാരദേ, നിന്റെ ഭർത്താവുണ്ടല്ലോ ദാമോദരൻ, അവൻ എന്റെ കയ്യിൽ നിന്ന് കുറെ പൈസ വാങ്ങിയിട്ടുണ്ട്. എന്റെ ഭർത്താവിനല്ലേ പണം കൊടുത്തിട്ടുള്ളത്, അങ്ങേരിൽ നിന്ന് തന്നെ വാങ്ങിച്ചോ. നീലും മിടിക്കെ ഒഴിഞ്ഞു മാറാൻ നോക്കണ്ട. നിന്റെ വീടിന്റെ ആധാരം ഉണ്ടല്ലോ, അതെവിടെയാന്ന് നിനക്കറിയോ? അവനോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല ഞാൻ കൊടുത്തിട്ടുള്ളത്. ഞാൻ കൊടുത്ത കാശ് മുതലാക്കാൻ എനിക്കറിയാം. ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്, രണ്ടിലൊന്ന് തീരുമാനിക്കാൻ. കൊടുത്ത കാശ് മുതലാക്കാൻ എനിക്കറിയാം. ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്, രണ്ടിലൊന്ന് തീരുമാനിക്കാൻ. എന്തമ്മ വല്ലാതിരിക്കുന്നേ? ഏയ്, ഒന്നുമില്ല. വേറെ കൂട്ടുകാരൊന്നുമില്ലേ? ഇത് കേട്ടാ തോന്നും, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കില്ലേ. വേണമെങ്കിൽ അരി മാത്രം കൊണ്ടുപോയിക്കോ, അതും അതിന്റെ കാരുണ്യം കൊണ്ട്. എടാ, നീ ആ അരി മാത്രം എടുത്തു കൊടുക്ക്. തൃശ്ശൂർ ജില്ലയിലെ അച്ചൂരിൽ ജനിച്ചത്. തീക്ഷ്ണമായ ഇമ്പങ്ങൾ നിറഞ്ഞവയാണ് ഇദ്ദേഹത്തിന്റെ കവിതകൾ. മോളെ
എന്തിനാ അച്ഛൻ ഇങ്ങനെ കഴിക്കണേ? ശിവശങ്കരപ്പിള്ള, വൈക്കം മുഹമ്മദ് ബഷീർ, FK പുറ്റക്കാട്. മോളെ അച്ഛനെവിടെ? അച്ഛൻ ഉറങ്ങുക. അമ്മയോടെ കുട്ടി അമ്മ അപ്പുറത്തോട്ട് പോയിക്കാ. വേണ്ട മോളെ, ഇവിടെ ഇരിക്ക്. ഒന്നുമില്ല മോളെ, ഇവിടെ ഇരിക്ക് മോളെ. പേടിക്കണ്ട മോളെ, പേടിക്കണ്ട മോളെ. മോളെ 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 എണീക്ക് മോളെ, എണീക്ക് മോളെ, മോളെ മോളെ എണീക്ക് മോളെ. അയ്യോ അയ്യോ, മോളെ മോളെ മോളെ, പേടിക്കാനൊന്നുമില്ല. ഇറങ്ങണം പട്ടി എന്റെ വീട്ടിൽ നിന്ന്. മോളെ ഒന്നുമില്ല. പേടിക്കില്ലേ മോളെ, പേടിക്കില്ല മോളെ. ഇല്ല മോളെ, ഇനി ആരും നമ്മളെ ഒന്നും ചെയ്യില്ല. ഇല്ല മോളെ, ആരും ഒന്നും ചെയ്യില്ല. ശാരദേ മോളെ, ഓ എഴുന്നേറ്റില്ലേ ഇതുവരെ? ഓ മോളെ മോളെ, എടി ശാരദേ മോളെ, മോളെ അയ്യോ, മോളെ അയ്യോ, മോളെ അയ്യോ, മോളെ മോളെ അയ്യോ, മോളെ ശാരദ ശാരദ മോളെ 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 മോളെ
ഏ